നമസ്കാരം. ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു മേക്കപ്പ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. പിന്നെ എനിക്കത് സമയം കിട്ടിയില്ല. ബട്ട് ബിഫോർ ദി ഇയർ എൻഡ്സ് ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് പിക്കിംഗ് അപ്പ് എ ലിറ്റിൽ ബിറ്റ് അഗൈൻ. സോ പെട്ടെന്ന് ഒരു ക്വിക്ക് മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ സ്കിൻ ഓൾറെഡി പ്രെപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഡേ ടു ഡേ ബേസിസിൽ ഞാൻ പെട്ടെന്ന് റെഡിയായി പോകുമ്പോൾ ഞാൻ അത്രയും കവറേജ് ഒന്നും സ്കിന്നിന് കൊടുക്കാറില്ല. ബിക്കോസ് ഇറ്റ്സ് നോർമൽ റൈറ്റ്. അപ്പോൾ അല്ലാതെ ഞാനിപ്പോൾ സാരി നമ്മുടെ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഐ വിൽ ആഡ് ബിറ്റ് മോർ കവറേജ്. ബിക്കോസ് നമ്മൾ കണ്ണൊക്കെ നന്നായിട്ട് വരച്ചൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ഫേസ് ഡള്ളായിരിക്കാൻ പാടില്ല. സോ ആ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ നന്നായിട്ട് എൻ്റെ സ്കിൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഹെയർ റഫായിട്ട് ഡ്രൈ ചെയ്തു. എന്നിട്ട് ഞാൻ സ്കിന്നൊക്കെ ജസ്റ്റ് എൻ്റെ മോയ്സ്ചറൈസറും അണ്ടർ ഐ ക്രീമും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. സൺസ്ക്രീൻ ഓൾസോ അത് ഫൈനലൈസ് ചെയ്യാൻ ഒരു സൺസ്ക്രീൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐ നോർമലി യൂസ് ബേസ് ഫോർ മേക്കപ്പ്. എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളെ മുഖത്തിട്ടാലും അത് ബെയർ സ്കിന്നിലിടുന്നത് അത്ര നല്ല കാര്യമില്ല. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഐ യൂസ് വിച്ച് ഇസ് മാക്കിൻ്റെ ഒരു സ്ട്രോബ് ക്രീം എന്ന് പറയും. ദിസ് ഗിവ്സ് എ നൈസ് ഗ്ലോ ഫോർ യുവർ ഫേസ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മതി. ഓക്കെ, ലിറ്റിൽ ബിറ്റ് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഒരു പീ സൈസിൻ്റെ 1/4 റൈറ്റ് കുറച്ചായിട്ട് ഇതെടുത്തിങ്ങനെ ഈവൻലി ഐബ്രോസിലൊന്നും വേണ്ട. ബിക്കോസ് നമ്മുടെ ഐബ്രോസിന് നമുക്ക് ഗ്ലോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലിറ്റിൽ ബിറ്റ് നമ്മുടെ മേക്കപ്പ് പൗഡറും ഒക്കെ പോകുന്ന സ്ഥലത്ത് മൊത്തം. ഞാൻ ചുണ്ടിലും കുറച്ചൊരു വാസലിൻ എൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ബിക്കോസ് കോൾഡായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലിപ്സ് നമ്മുടെ എല്ലാവർക്കും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം. ന്യൂ കൺസീലർ ഫ്രം നാഴ്സ് ഭയങ്കര റിവ്യൂസൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. കളർ മാച്ച് ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഓൺലൈനിൽ ചുമ്മാ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കരുത്. എപ്പോഴും നമ്മൾ ഒരു നിയർ ബൈ സ്റ്റോറിൽ പോയി നമ്മൾ ഓൺലൈൻ പ്രൈസസ് ആർ മച്ച് ബെറ്റർ. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ കളർ മാച്ച് ചെയ്ത് നോക്കി എന്ത് കളറാണ് നമുക്ക് സ്യൂട്ടബിൾ എന്നൊരു സ്റ്റോറിൽ പോയി ലൈറ്റിൽ നോക്കി അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണം. അല്ലാതെ അവർ പറയുന്ന ഏത് കളറും പിക്ക് ചെയ്തുകൊണ്ട് വരണം എന്നല്ല പറയുന്നത്. നമുക്ക് കണ്ടാൽ നാച്ചുറൽ ലൈറ്റിൽ തോന്നിയാൽ ഓക്കെ ദിസ് മാച്ചസ് മൈ സ്കിൻ കളർ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ അവിടെ ഇവിടെയും പാച്ചി വെളുത്തിരിക്കുന്ന പോലത്തെ ഇട്ടിട്ട് കാര്യം. നമ്മൾ നമ്മുടെ നാച്ചുറൽ കളറിനെയാണ് നമ്മൾ എൻഹാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫേസ് ഒന്ന് എന്താ പറയുക ഒന്ന് ഗ്ലാം ആയിട്ട് നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. സോ ഞാനിത് കളർ കറക്റ്റർ എന്ന് പറയും. ഞാൻ പണ്ടധികം കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. ദിസ് മൈ ഫസ്റ്റ് ടൈം ഐ എം യൂസിങ് ഇറ്റ്. ബിക്കോസ് നമ്മൾ എസ്പെഷ്യലി എൻ്റെ ജോബ് ഡേ ടു ഡേ ബേസിസിൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ഫുൾ ടൈം. അപ്പോൾ അത്രയും കാരണം കണ്ണിനടിയിൽ obviously you can see the circles. So എല്ലാവർക്കും ഉണ്ടാവും, അല്ലാത്തവർക്കും ഉണ്ടാവും. So this helps neutralize that uneven color. സോ ഇത് കണ്ടാൽ നമ്മൾ എന്തോ ഒരു റെഡ് കളർ പോലെ ഒരു പിങ്കിഷ് സംഭവം ഇടുന്ന പോലെ തോന്നും. അത് കുറച്ച് വേണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഐ യൂസ് ഓൾവേസ് മൈ ഫിംഗേഴ്സ് അണ്ടർ മൈ ഐസ്. എനിക്കെന്തോ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അൺഈവനായിട്ട് എന്താ പറയുക ഒരു ഫിനിഷ് കിട്ടാത്ത പോലെ തോന്നും. സോ ഇതിങ്ങനെ ജസ്റ്റ് ജെൻ്റലി പ്രസ് ചെയ്ത് ബാക്കിയുള്ള കയ്യിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ബാക്കി വരുമല്ലോ, ഒത്തിരി ഒന്നുമില്ല. ഓൺലി ടേക്കൻ നമുക്ക് മിനിമലി കാണാൻ കൂടെ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ അൺഈവൻ ആവാതിരിക്കാൻ ചുറ്റുമൊന്നൊക്കെ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഐ തിങ്ക് ഇറ്റ് ബാലൻസസ് ഔട്ട് എ ബിറ്റ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ കൺസീലർ ഇടുന്നതിനേക്കാളും ദിസ് ഹെൽപ്സ്. അതാണ് എൻ്റെ ഒരു വിശ്വാസം അതാണല്ലോ എല്ലാം എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. ഓക്കെ, സോ ഇനി നമ്മുടെ കൺസീലർ അഗെയിൻ ഞാനിത് ഷെയ്ഡ് മാച്ച് ചെയ്ത് വാങ്ങിച്ചാണ്. കുറച്ച് ഞാനിപ്പോൾ ഹെവി മേക്കപ്പ് ഒന്നും അല്ല ഇടുന്നത്. സോ ഐ എം ഓൺലി ടാപ്പിംഗ് എ ലിറ്റിൽ ബിറ്റ്. അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് നമ്മുടെ ഫേസ് പൗഡറൊക്കെ ഇടുമ്പോൾ കണ്ണിൻ്റെ അടി മാത്രം ഇങ്ങനെ കുഴിഞ്ഞ് ഇരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തു. You can use concealer brush if you want, but I trust my fingers. It's much easier for me to blend. പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ആവുമ്പോൾ സമയമില്ലാത്തപ്പോഴും always hands are your main tool. Use your fingers as your main tool. ഓക്കെ, ഇതിങ്ങനെ കൺസീലർ ഞാൻ ജസ്റ്റ് ഇത്രയും ഭാഗമല്ല, ഇത്രയും ഭാഗം വരും നമ്മുടെ കണ്ണിൻ്റെ കവറേജ് കിട്ടാൻ. കണ്ട് എന്തൊക്കെയോ ഒരു വ്യത്യാസം ഉണ്ടല്ലേ. ഇനി പൗഡറും കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ ഈവൻ ഔട്ട് മച്ച് ബെറ്റർ. ഓക്കെ, ഒരു കണ്ണിൻ്റെ പയറ്റ് കഴിഞ്ഞു, അടുത്ത കണ്ണിലൂടെ ഞാൻ പയറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
we are done. Our concealer vital is over. This is the product like a foundation, but ഇത് buildable foundation ആണ് Charlotte Tilbury. ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് കണ്ട ഇങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് ഇച്ചിരി എടുക്കുന്നുള്ളൂ, ലിറ്റിൽ ബിറ്റ്. കണ്ടോ, ഇത്രയും മതി എനിക്ക്, ഇത്രയും മാത്രം മതി. ഇത് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്, അല്ലെങ്കിൽ ഐ ആം ക്വൈറ്റ് ലേസി ടുഡേ. ഇറ്റ്സ് എ സൺഡേ. വി ആർ ലേസി സൺഡേ അല്ലേ? വി ക്യാൻ ബി ലേസി for one day. എല്ലാ ദിവസവും ലേസി ആയാലും കുഴപ്പമില്ല, ബട്ട് ആസ് ലോങ് ആസ് യു മാനേജ് യുവർ ടൈം അല്ലേ, യു ക്യാൻ സ്റ്റിൽ ബി ലേസി ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ബട്ട് ആസ് മൈ ഫാമിലി സേസ് ഐ എം എ ബിറ്റ് ഹൈപ്പർ. സോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. സോ വെദർ ഇറ്റ്സ് മേക്കപ്പ്, വെദർ ഇറ്റ്സ് സം ഇവൻറ്റ്, വെദർ ഇറ്റ്സ് മൈ ഹോബീസ്. കണ്ടോ, ഇതിങ്ങനെ നമ്മുടെ കണ്ടോ വളരെ കുറച്ച് ഞാൻ എടുത്തുള്ളൂ. അത് ഇങ്ങനെ വിരൽ കൊണ്ട്, ഇത് ഫുൾ വിരൽ കൊണ്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ. സോ യു ഡെഫിനറ്റ്ലി നീഡ് എ ബ്രഷ്. ബാക്കിയുള്ളത് കഴുത്തിൻ്റെ ആ ഭാഗത്ത് ഡിഷൻ ബ്രഷ് ടു ഈവൻ ഔട്ട്. ഇതിങ്ങനെ ഡാബ് ചെയ്ത് അപ്പോൾ ആ സ്കിന്നിൻ്റെ പോഴ്സിലോട്ടൊക്കെ അതങ്ങോട്ട് ഇറങ്ങും. ഒത്തിരി ഒന്നുമില്ല, കണ്ടോ ഞാൻ എത്ര എടുത്താൽ നിങ്ങൾ കണ്ടാൽ. കുറച്ച് നമ്മുടെ ഈ ഹെയർ ലൈൻ്റെ അങ്ങോട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞ ഈ പൗഡർ, അത് ഞാനത് അതിൻ്റെ അടപ്പ് വെച്ചപ്പോൾ, ലിഡ് വെച്ചപ്പോൾ കുറച്ചൊന്ന് സ്പ്രെഡായി. ഇതും അഗെയിൻ ഇച്ചിരി ഡാബ് ചെയ്യുക. കണ്ടോ, നമ്മുടെ കണ്ണ് അടച്ച് വെച്ചിട്ട് വി ജസ്റ്റ് ഡു ദിസ്. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ച കൺസീലറും അതൊക്കെ ഒന്ന് സെറ്റാവും. യു ക്യാൻ യൂസ് എന്താ പറയുന്ന ഒരു ലൂസ് പൗഡർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷേ ദാറ്റ്സ് ടു മെനി തിങ്സ്. സോ ഇത്രയും ഞാൻ കാണിച്ച പ്രോഡക്ട്സ് വെൻ യു ട്രാവൽ ഓൾസോ യു ക്യാൻ ഈസിലി ക്യാരി ആൻഡ് പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രഷായി റെഡിയായി പോകും. വെൻ യു ആർ ലൈക്ക് ട്രാവലിംഗ്, ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോകാം. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ബട്ട് ഞാൻ കുറച്ചുകൂടെ സ്പീഡിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. So our main skin prep is done. See, you can see എൻ്റെ face and skin doesn't look too much. ഞാൻ ഒത്തിരി ഒന്നും ഇട്ട പോലെ ജസ്റ്റ് എൻ്റെ അണ്ടർ ഐയും എൻ്റെ ഈ സ്കിന്നും ഒന്ന് ഈവനായി. സോ നെക്സ്റ്റ് ഐം ഗോയിങ് ടു യൂസ് ദിസ് എ കോണ്ടൂർ. യു ക്യാൻ യൂസ് എ കോണ്ടൂർ ഓർ എ ബ്രോൺസർ. പക്ഷേ എൻ്റെ ബെനിഫിറ്റ് എൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് ലാസ്റ്റ് ഫോർ ലൈക്ക് 2 years ബിക്കോസ് നമ്മൾ അത്രയും കുറച്ചെടുത്താൽ മതി. സോ അത് എൻ്റെ റൺ ഔട്ടായി. ദിസ് നോർമലി ഐ യൂസ് ഫോർ ഡാൻസ്, മറ്റേ മെയിൻ ഇവൻറ്റ്സിന് നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ ചീക്ക് ബോൺസും നമ്മുടെ ഇതെല്ലാം ഡിഫൈൻഡ് ആയിട്ട് കാണണമെങ്കിൽ നമ്മളിത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മറ്റേ എൻ്റെ ബെനിഫിറ്റിൻ്റെ ബ്രോൺസർ ലൈക്ക് വെരി സട്ടിലാണത്, അത് തീർന്നു പോയതുകൊണ്ട് ഞാനിത് കാണിക്കുന്നത്. ലിറ്റിൽ ബിറ്റ് നമ്മൾ എടുക്കുക. ഇറ്റ്സ് ലൈക്ക് ഡാർക്ക് എൻ്റെ ഇതിന് മാച്ച് ആയിട്ടുണ്ട്. അത് കുറച്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ആൻഡ് യുവർ ചീക്സ് എല്ലാം കുറച്ച് മതി. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവാം. ഉണ്ടോ, ഇവിടെ കുറച്ച് ലിറ്റിൽ ബിറ്റ്. നോസിൻ്റെ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം, ബട്ട് വെൻ യു ആർ ഡ്രസ്സിങ് ഇത് കുറച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഫേസ് ഡെഫിനിഷൻ വരാൻ വേണ്ടിയിട്ടാണ്. സോ യു ജസ്റ്റ് ബ്ലർ ഇറ്റ് വിത്ത് ബ്രഷ്. ഇങ്ങനെ നെറ്റിയുടെ മേളിൽ ജസ്റ്റ് ഡാബ്. നമ്മുടെ ഒരു ചെറിയ ഡെഫിനിഷൻ. നോർമലി ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇതൊന്നും ഇടാറില്ല, കാരണം you're just going to pray, just have some peaceful time. പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും I'm in a mood for a little bit. സോ അത് നമ്മുടെ ചീക്കിന് ഇതിനൊക്കെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. ദിസ് ഇസ് ദ ടെക്നിക് ഐ ഫോളോ വിച്ച് ഹെൽപ്സ് എൻ്റെ ഫേസിൻ്റെ ഷേപ്പിന് ദിസ് ഹെൽപ്സ്. ബട്ട് ഡു മോർ റിസർച്ച് ഇഫ് യു ആർ നോട്ട് ഷുവർ. നമ്മൾ താടിക്കും കൂടെ ഒരു ഡെഫിനേഷൻ കൊടുത്തു. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ നമ്മൾ തേച്ചത് മറക്കാൻ പാടില്ല. അത് മറന്നുപോയാൽ അതവിടെ ഇങ്ങനെ വര പോലെ ഇരിക്കും. ഇത്രേ ഉള്ളൂ. റെയർ ബ്യൂട്ടിയുടെ ഹാപ്പി ബ്ലഷ്. സോ ദാറ്റ് മാച്ച് വിത്ത് മൈ മൂഡ് ടുഡേ. സോ ഹാപ്പി ബ്ലഷ് ഫോർ എ ഹാപ്പി ലേഡി ഐ വുഡ് സേ. സോ ഞാൻ ചെയ്യുന്ന എൻ്റെ മൂക്ക് ഇച്ചിരി ഇവിടെ. ദെൻ ഓൺ ദ ടോപ്പ് ഓഫ് യുവർ ചീക്ക് ബോണിൻ്റെ മേളിൽ ഇച്ചിരി. ഇത് ഞാൻ ഇവിടെ ഇടുമ്പോൾ ഒത്തിരി ഞാൻ തോന്നും, പക്ഷേ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പകുതി എന്താ കണ്ടോ, ഇത് കണ്ടോ, ബ്രഷിൻ്റെ കളർ കണ്ടോ, ബ്രഷിൽ പോവും. അപ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്യാം. ലിറ്റിൽ ബിറ്റ് നാച്ചുറൽ ഗ്ലോ ദാറ്റ്. ആൻഡ് നമ്മുടെ കൈയുടെ മേലിൽ ഇച്ചിരി ഒന്ന് തേച്ചിട്ട് നമുക്ക് കൈ കളയാം കേട്ടോ, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും, എസ്പെഷ്യലി വെൻ യു വെയറിങ് വൈറ്റ്. എൻ്റെ അങ്ങനെ മാഡ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ജസ്റ്റ് ക്ലീൻ ദ ബ്രഷ് ബിറ്റ് ഓൺ യുവർ കളർ വേണ്ട. ഇങ്ങനെ ഇട്ടാൽ മതി, കാരണം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആകുമ്പോൾ പകുതിയും നമ്മുടെ ഇവിടെയൊക്കെ തട്ടി അതങ്ങ് പൊക്കോളും.